ഹായ് ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇന്ന് ഞാൻ രാവിലെ തന്നെയാണ് കേട്ടോ കഥയിടുന്നത്. ഇന്ന് പുതുവർഷമല്ലേ, അതുകൊണ്ടാണ് രാവിലെ തന്നെ കഥ പറയാമെന്ന് വിചാരിച്ചത്. അല്ലെങ്കിൽ ആഴ്ചയിൽ 2 ദിവസം ബുധനാഴ്ചയും ശനിയാഴ്ചയും കഥയിടുന്നത് വൈകിട്ട് 5 മണിക്കാണ് ഇടാറ്. ഇന്ന് രാവിലെ തന്നെ കഥയുമായിട്ട് ഞാൻ വന്നിട്ടുണ്ട്. എല്ലാവരും കേൾക്കാൻ റെഡിയാണല്ലോ അല്ലേ? ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മനുഷ്യരുടെയോ അല്ലെങ്കിൽ മൃഗങ്ങളുടെയോ കഥയൊന്നുമല്ല. അതാണല്ലോ ഞാൻ പറയാറുള്ളത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു മരത്തിൻ്റെ കഥയാണ്. ഒരു ചാമ്പ മരത്തിൻ്റെ കഥ. ചാമ്പമരവും നമ്മളെപ്പോലെ മനുഷ്യന്മാരെ പോലെയൊക്കെ സംസാരിക്കും ഒക്കെ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് അവരുടെ ഭാഷ മനസ്സിലാവണില്ല എന്ന് മാത്രം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അങ്ങനെയുള്ള ഒരു മരത്തിൻ്റെ കാര്യമാണ്. പിന്നെ ഈ കഥയിൽ കൂടെ എൻ്റെ കൊച്ചു കൂട്ടുകാർക്കെല്ലാം ഒരു ചെറിയൊരു സന്ദേശം കൂടി ഞാൻ തരുന്നുണ്ട് കേട്ടോ. ഞാൻ അത്ര വലിയ ആളായിട്ടൊന്നുമല്ല കേട്ടോ എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് ഒരു ഉപദേശം തരുന്നത്. ഞാൻ ഒരു ചെറിയ എഴുത്തുകാരി അത്ര മാത്രമേ ഉള്ളൂ. കൂടുതൽ വലിയ ആളായിട്ടൊന്നുമല്ല ഞാൻ എൻ്റെ കൊച്ചു കൂട്ടുകാരെ ഉപദേശിക്കുകയല്ല, ഒരു ഇത് പറയണമെന്ന് മാത്രം, ഒരു ചെറിയൊരു സന്ദേശം അത് ഈ കഥയിൽ ഉണ്ട്. അപ്പം എന്നാൽ കഥ പറയട്ടെ, എല്ലാവരും കേൾക്കണം കേട്ടോ. ഇന്ന് ഞാൻ പറയുമ്പോൾ എന്ന് പറഞ്ഞോളൂ, ഒരു ചാമ്പ മരത്തിൻ്റെ കഥ. പണ്ട് ഒരു ഗ്രാമത്തിൽ ഒരു വീട്ടിൽ ഒരു വലിയ ചാമ്പ മരം ഉണ്ടായിരുന്നു. ആ മരത്തുമ്മേ എപ്പോഴും നല്ല മൂത്ത് കൊഴുത്ത ചുവന്ന് തുടുത്ത ചാമ്പയ്ക്ക ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് തിന്നാനായിട്ട് കൊച്ചുകുട്ടികൾ, പക്ഷികൾ, അണ്ണാറക്കണ്ണന്മാർ, അങ്ങനെ എല്ലാവരും വന്ന് രാവിലെ തന്നെ ഇങ്ങനെ ഇതിൻ്റെ കൊമ്പുകളൊക്കെ വന്നിരുന്ന് ചാമ്പയ്ക്ക പറിച്ച് തിന്നും. കിളികൾ കലപില കൂട്ടി ഓടി നടക്കും. അങ്ങനെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ചാമ്പമരം ഒരുവിധം നല്ല വലിയ മരം. അങ്ങനെ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ഈ ചാമ്പമരത്തിൻ്റെ വേരുകളുണ്ടല്ലോ, കുറേ വേരുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ആ വേരുമെന്ന് ഒരു കുഞ്ഞു ചാമ്പമരം മുളച്ചു വരും. ഈ ചാമ്പമരത്തിൻ്റെ കുഞ്ഞാണ് കേട്ടോ അത്, ആ ചാമ്പ തൈ. അപ്പോൾ അങ്ങനെ മുളച്ച് വന്ന് കുറേ നാൾ കഴിയുമ്പോൾ കുറച്ച് വലുതാവും. അപ്പോൾ ഈ ചാമ്പ മരത്തിന് തോന്നും, അമ്മ മരത്തിൻ്റെ കൊമ്പുമലൊക്കെ എത്ര കുട്ടികളാണ് വന്നിരുന്ന് ഈ ചാമ്പയ്ക്കൊക്കെ പൊട്ടിച്ച് തിന്നണ പക്ഷികൾ വരുന്നുണ്ട്, അണ്ണാറക്കണ്ണന്മാർ വരുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ കുഞ്ഞു ചാമ്പ മരത്തിന് അമ്മോടൊരു ചെറിയ അസൂയൊക്കെ തോന്നും കേട്ടോ. അപ്പോൾ ആ കുഞ്ഞ് ചാമ്പ തയ്യെ അമ്മോട് ചോദിക്കും, അമ്മേ എന്താ എൻ്റെ മരത്തുമ്പോൾ മാത്രം ചാമ്പയ്ക്കൊന്നും ഇല്ലല്ലോ, അമ്മയ്ക്ക് മാത്രം ഉണ്ടല്ലോ എന്ന് ചോദിക്കും. അപ്പോൾ അമ്മ പറയും, മോളെ നീ ഇപ്പോൾ കൊച്ചു കുഞ്ഞല്ലേ, നീ വലുതാവുമ്പോൾ നിൻ്റെ കൊമ്പുകളിലും ഇതുപോലെ ചാമ്പയ്ക്കൊക്കെ ഉണ്ടാവും, കുട്ടികൾ വരും, പക്ഷികൾ വരും, എല്ലാവരും വരും, മോളിപ്പോൾ വിഷമിക്കണ്ട കേട്ടോ എന്ന് പറയും. അപ്പോൾ ചാമ്പത്തൈ തലയാട്ടും, ശരി എന്ന് പറയും. അങ്ങനെ കുറേ നാളുകൾ കഴിയുമ്പോൾ ചാമ്പത്തൈ കുറച്ച് വലുതാവും. കുറച്ചും കൂടി വലുതാവുമ്പോൾ അതിന്മേൽ ചെറിയ പൂവ്, കായ അതൊക്കെ ഉണ്ടായി തുടങ്ങും. അപ്പോൾ ചാമ്പത്തൈന് സന്തോഷം കൊണ്ട് ഇരിക്കാൻ പറ്റാണ്ടായി, അങ്ങനത്തെ ഭയങ്കര സന്തോഷമായിട്ടാണ്. അപ്പോൾ അവൾ ഓർക്കും, അപ്പോൾ അമ്മയുടെ കൊമ്പുമ്മ വന്നിരുന്ന പോലെ ഇനി എൻ്റെ കൊമ്പിലും വന്നിരുന്ന പക്ഷികളും മൃഗങ്ങളൊക്കെ എല്ലാവരും വന്നിരുന്ന് ചാമ്പക്കായൊക്കെ തിന്നുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവൾ സന്തോഷം കൊണ്ട് കൊമ്പുകളൊക്കെ ഇട്ട് ഇങ്ങനെ ആട്ടി കളിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ കുറേ ദിവസം കഴിയുമ്പോൾ അമ്മ മരത്തിൻ്റെ ഓരോ കൊമ്പുകൾ ഉണങ്ങാൻ തുടങ്ങും. എന്ന് വിചാരിച്ചാൽ പ്രായമായി തുടങ്ങി, വലിയ മരമായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് വയസ്സായി തുടങ്ങിയപ്പോൾ ഓരോ കൊമ്പുകളും ഇങ്ങനെ ഉണങ്ങി ഒടിഞ്ഞു കൊഴിഞ്ഞു പോയി തുടങ്ങി. അപ്പോൾ കുഞ്ഞു ചാമ്പത്തൈ വിചാരിക്കും, അമ്മ മരത്തിൻ്റെ അടുത്തുനിന്ന് കുറച്ചും കൂടി നീങ്ങി നിൽക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അമ്മയുടെ കൊമ്പുകളൊക്കെ ഉണങ്ങി നിൽക്കണം കണ്ടിട്ട് ചിലപ്പോൾ എൻ്റെ ചാമ്പയ്ക്ക തിന്നാനൊന്നും പക്ഷികളും കിളികളൊന്നും കുട്ടികളൊന്നും വന്നില്ലെങ്കിൽ ഞാനെന്താ ചെയ്യുക. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് ഈ ചാമ്പത്തൈ അമ്മയുടെ അടുത്തുനിന്ന് കുറച്ച് പതുക്കെ നീങ്ങി കുറച്ച് ഇത്തിരി ദൂരെ ചെന്ന് നിൽക്കും. എന്നിട്ട് അവിടെ നിൽക്കും. അങ്ങനെ കുറേ ദിവസങ്ങളൊക്കെ കഴിയുമ്പോൾ ഈ കുഞ്ഞ് ചാമ്പത്തൈൻ്റെ കായകളും പൂളൊക്കെ വലുതായി വലിയ മൂത്ത് പഴുത്ത ചാമ്പകകളുണ്ടാവും. അപ്പോൾ അതൊക്കെ കുട്ടികൾ തിന്നാൻ വരും, പക്ഷികളും അണ്ണാറക്കണ്ണന്മാരും ഒക്കെ വരും. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ അവൾക്ക് നല്ല സന്തോഷവും. അങ്ങനെ കുറച്ചും കൂടി ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അമ്മ മരം മുഴുവൻ ഉണങ്ങിപ്പോയിട്ടാ. എന്നാലും അതിൻ്റെ വേരൊന്നും ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല, എല്ലാം ഉണങ്ങി, കൊമ്പൊക്കെ എല്ലാം പോയി, ഇലകളൊക്കെ കൊഴിഞ്ഞൊക്കെ ഒടിഞ്ഞു പോയി തുടങ്ങി. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഒരു ദിവസം പെട്ടെന്ന് നല്ല കാറ്റും മഴയും വന്നപ്പോൾ ഈ ചാമ്പമരം ഉണ്ടല്ലോ, ഈ കുഞ്ഞു ചാമ്പമരം കാറ്റത്ത് പെട്ടെന്ന് ഇതിങ്ങനെ ചെരിഞ്ഞ് ഇങ്ങനെ പോകും. അപ്പോൾ ഈ അമ്മ മരം ഉണ്ടല്ലോ, അമ്മ മരത്തിൻ്റെ കൊമ്പുകൾ മാത്രമേ ഉണങ്ങിയിട്ടുള്ളൂ, കട അപ്പോഴും ഉണങ്ങിയിട്ടില്ല. അപ്പോൾ അമ്മ മരത്തിന് പേടിയാവും, അയ്യോ എൻ്റെ മോള് ഇപ്പോൾ വീഴുമല്ലോ. അങ്ങനെ ഓർത്തിട്ട്
ഈ അമ്മ മരത്തിൻ്റെ വേര് അതിൻ്റെ മോളങ്ങനെ ബലമായിട്ട് പിടിച്ച് നിർത്തും. അപ്പോൾ ഈ ചാമ്പത്തൈ വീഴില്ല, പതുക്കെ അങ്ങനെ ചെരിഞ്ഞു പോവുള്ളൂ. അപ്പോൾ ചാമ്പത്തൈന് ആശ്വാസം, ഓ മറിഞ്ഞ് വീണില്ലല്ലോ എന്ന് വിചാരിക്കും. അപ്പോൾ കാറ്റും മഴയൊക്കെ കഴിയുമ്പോൾ ഈ ചാമ്പ മരത്തിനെ വീട്ടുകാർ വന്ന് അതിനെ നേരെ നിർത്തും. ഇങ്ങനെ നേരെ നിർത്തി കയറൊക്കെ ഇട്ട് വലിച്ചു കിട്ടും. അപ്പോൾ ചാമ്പ മരത്തിന് സമാധാനമാവും. അപ്പോൾ ചാമ്പ മരം ഓർക്കും, അമ്മ മരത്തിൻ്റെ അടുത്തുനിന്ന് നീങ്ങി പോയത് കൊണ്ടാണെന്ന് തോന്നുന്നു ഞാനിപ്പോൾ വീഴാൻ പോയത്. ഇനി എന്തായാലും അമ്മയുടെ അടുത്തുനിന്ന് ഞാൻ എവിടേക്കും പോകുന്നില്ല, അമ്മയുടെ അടുത്തേക്ക് തന്നെ പോവാം. അമ്മ ഉണ്ടായിരുന്നപ്പോൾ നല്ലൊരു ശക്തിയും ബലമായിരുന്നു. അങ്ങനെ വിചാരിച്ചിട്ട് ഈ ചാമ്പത്തൈ അമ്മയുടെ അടുത്തേക്ക് തന്നെ നീങ്ങി കുറച്ചും കൂടി നിൽക്കും. പിന്നെ അവൾക്ക് എത്ര വലിയ കാറ്റും മഴയും വന്നാലും ഈ അമ്മയുടെ ഒരു സഹായവും തണലും എപ്പോഴും ഉണ്ടായിരുന്നു. കൂട്ടുകാരെ, ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഈ ചാമ്പമരം പിന്നെ വിചാരിച്ചു, ഇനി ഞാൻ എവിടേക്കും അമ്മ വിട്ടു പോവില്ല എന്ന്. അതിനെന്താ കാരണം എന്ന് വിചാരിച്ചാൽ ഈ അമ്മ മരിച്ചു പോയപ്പോഴും ഈ ചാമ്പമരത്തിന് ഇതിൻ്റെ ഒരു ആശ്വാസം എപ്പോഴും ഉണ്ടായിരുന്നു എന്നാണ് പറയണത്. അപ്പോൾ ഈ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതിൽ ഞാനൊരു ചെറിയ സന്ദേശമുണ്ടെന്ന് പറഞ്ഞത് ഇതാണ്. നിങ്ങളൊക്കെ ഈ കൂട്ടുകാരൊക്കെ പഠിച്ച് വലിയ ആൾക്കാരായി ദൂരസ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ജോലി അന്വേഷിച്ച് പോകുമല്ലോ. അപ്പോൾ നിങ്ങൾ എവിടെ പോയാലും നിങ്ങളുടെ വീട്ടിലെ അച്ഛനും അമ്മയും നിങ്ങളെ എപ്പോഴും മനസ്സുകൊണ്ട് നിങ്ങളുടെ അടുത്തുണ്ടാവും എന്നാണ് പറയണത്. ഈ മരത്തിൻ്റെ പോലെ, ചാമ്പ മരത്തിൻ്റെ പോലെ. അപ്പോൾ നിങ്ങൾ എവിടെ പോയാലും അച്ഛനെയും അമ്മേനെയും എപ്പോഴും വിളിക്കാനൊക്കെ സമയം കണ്ടെത്തുക. പിന്നെ നാട്ടിൽ അച്ഛനും അമ്മയൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഒന്ന് കാണുക. ദിവസം 5 മിനിറ്റെങ്കിലും അച്ഛനും അമ്മേനെയും വിളിക്കാനായിട്ട് നിങ്ങൾ സമയം കണ്ടെത്തണം, ജോലി തിരക്കിൻ്റെ ഇടയിലായാലും. ഇതാണ് ഈ കഥയിലെ സന്ദേശം. എല്ലാ കൊച്ചുകൂട്ടുകാർക്കും ഈ കഥ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എന്നാൽ അടുത്ത കഥയുമായി ഞാൻ 2 ദിവസം കഴിഞ്ഞ് വീണ്ടും വരാം. അതുവരെ ടാറ്റാ, ബൈ ബൈ.